നമസ്കാരം. ഞാൻ വി ഉണ്ണിത്താൻ. രാഷ്ട്രബന്ധുവിൻ്റെ പുതിയ വാസ്തു വിജ്ഞാനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ വാസ്തു വിജ്ഞാനത്തിൽ ഇന്ന് നമ്മൾ എടുക്കുന്ന വിഷയം, ഓരോ വീടും മുന്നോട്ട് കൊണ്ടുപോകാൻ, ഓരോ വീടിനെയും നയിക്കാൻ അവിടെ സ്ത്രീകളെപ്പോലെ തന്നെ വളരെ വലിയ പ്രാധാന്യമുള്ള പങ്കാണ് പുരുഷന്മാരുടേത്. സ്ത്രീകൾക്ക് എത്രയൊക്കെ ഗുണകരമായി മുന്നോട്ട് പോകാൻ കഴിയും, അതിനൊക്കെ ഒരു സഹായമാകേണ്ട ആളുകളാണല്ലോ പുരുഷന്മാരെന്ന് പറയുന്നത്. എന്നാൽ പല വീടുകളിലും പുരുഷന്മാരുടെ ശക്തി കുറയുന്നത്, അല്ലെങ്കിൽ പുരുഷന്മാർക്ക് ആ വീടിനെ മുന്നോട്ട് നയിക്കാനുള്ള എബിലിറ്റി, കഴിവ് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടുണ്ട് ഒരുപാട് വീടുകളിൽ. ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മൾ പോയി നോക്കുമ്പോൾ നമുക്കറിയാൻ കഴിയും അവിടുത്തെ അവസ്ഥകൾ. അത് പറയുമ്പോൾ അവരത് കൃത്യമായിട്ട് സമ്മതിക്കുകയും ചെയ്യും. അങ്ങനെ ഉണ്ടായിട്ടുണ്ട്, അങ്ങനെ ഉണ്ടാവുന്നുണ്ട് ഒരുപാട് വീടുകളിൽ. നമുക്ക് നോക്കാം എന്താണ് അതിൻ്റെ കാരണം. എന്തുകൊണ്ടാണ് പുരുഷന്മാർ അശക്തരാകുന്നത്? എന്തുകൊണ്ടാണ് പുരുഷന്മാർ വീടിനെ ഒരുപക്ഷെ നോക്കാത്തത്? എന്താണ് പുരുഷന്മാർക്ക് ആ ശക്തി ആയി പോകുന്നത്? അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് എല്ലാ ഉത്തരവാദിത്വങ്ങളും സ്ത്രീകളുടെ മേളിലേക്ക് മാത്രം വന്ന് ഭവിക്കുന്നത്? അത് ഞാനീ പറയുന്ന കാര്യങ്ങളെ നിങ്ങളുടെ ജീവിതാനുഭവങ്ങൾ കൊണ്ട് മാത്രമേ വിശ്വസിക്കാവൂ. ജീവിതാനുഭവങ്ങൾ മാത്രം എടുത്ത് വേണം ഞാൻ ചെയ്യുന്ന ഓരോ വീഡിയോയും നിങ്ങൾ വിശ്വസിക്കാൻ. അനുഭവങ്ങൾക്കപ്പുറത്തൊന്നുമില്ല. നിങ്ങൾക്ക് അനുഭവം ഇല്ലെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയെ അവിശ്വസിക്കുക. നമുക്കറിയാം, കിഴക്ക് ദിശ എന്ന് പറഞ്ഞാൽ എല്ലാവരും കിഴക്കോട്ട് വീട് വെക്കാനാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ആഗ്രഹിക്കുന്നത്. അതൊരു പക്ഷേ ജീവിതാനുഭവങ്ങൾ കൊണ്ടോ, അതൊരു പക്ഷേ നമ്മുടെ പൂർവ്വസൂരികളായ ആളുകൾ നമുക്ക് മാർഗദീപം തന്നതൊക്കെയാകാം നമുക്കതിനുള്ള. പിന്നെ അതൊക്കെ പഴയതാണെങ്കിൽ ഇന്ന് നമ്മൾ സ്റ്റഡീസ് ഉണ്ടല്ലോ, നമുക്കിപ്പോൾ അക്കാഡമിക് സ്റ്റഡീസുകൾ തന്നെ ഉണ്ട് വാസ്തുശാസ്ത്രത്തിൽ. അപ്പോൾ അതുകൊണ്ട് ആ പഠനം കൂടിയൊക്കെ വരുമ്പോൾ ആ കിഴക്കിൻ്റെ ഒരു പ്രാധാന്യമാണ് ഇവിടെ പുരുഷന്മാരെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. അത് മനസ്സിലാക്കുക. ഏറ്റവും കൂടുതൽ പുരുഷന്മാരെ ഭരിക്കുന്നത് കിഴക്ക് ദിശയാണ്. രണ്ടാമത് ഭരിക്കുന്നത് പടിഞ്ഞാറ് ദിശയുമാണ്. അതായത് രണ്ട് വിപരീത ദിശകൾ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത് പുരുഷന്മാരെയാണ്. നമുക്കറിയാം, കിഴക്കിൻ്റെ ദിശയെന്ന് വെച്ചാൽ നമുക്കറിയാം ഉദയത്തിൻ്റെ ദിശയാണ് കിഴക്ക് ദിശ. സൂര്യൻ്റെ ഉദയം നടക്കുന്നത് എത്ര മനോഹരമായ കാഴ്ചയാണ്. ഒരു ദിവസം സൂര്യൻ ഉച്ചില്ലെങ്കിൽ കോടാനുകോടി ജീവജാലങ്ങളല്ലേ തകർന്നു പോവുക. അപ്പോൾ ഉദിച്ചു വരുന്ന സന്തോഷത്തിൻ്റെ, സുഖത്തിൻ്റെ, സമാധാനത്തിൻ്റെ, സൗഖ്യത്തിൻ്റെ ദിശയാണ് കിഴക്ക്. ഈ കിഴക്ക് വശത്തുണ്ടാകുന്ന നിർമ്മാണ വൈകല്യങ്ങൾ കാരണമാണ് പുരുഷൻ്റെ ശക്തി ക്ഷയിക്കുന്നത്. കിഴക്കിലും പടിഞ്ഞാറിലുമുള്ള നിർമ്മാണ വൈകല്യങ്ങൾ പുരുഷൻ്റെ ശക്തിയെ കെടുത്തിക്കളയും. അഥവാ പുരുഷനെ ഒരു ഗൃഹത്തിന് ഉപകാരപ്പെടാതെ പോകാം. പുരുഷനെ ഒരു ഗൃഹത്തിന് ഉപകാരപ്പെട്ടില്ലെങ്കിൽ ആ ബാക്കിയുള്ള ഉത്തരവാദിത്വങ്ങൾ മുഴുവൻ അവിടെ അടുത്തതായി വരുന്ന തുല്യം നിൽക്കുന്ന സ്ത്രീകളിലേക്ക് മാറിപ്പോവുകയാണ്. സ്ത്രീകൾക്ക് ഒരുപാട് പരിമിതികളുണ്ട്, നമുക്കറിയാം. ജോലി ചെയ്യാൻ പോകുന്നതിനും യാത്രയ്ക്കും ഒരുപാട് പരിമിതികളുണ്ട് സ്ത്രീകൾക്ക്. പക്ഷേ പുരുഷന്മാർക്ക് അതില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ള പരിമിതികൾ പുരുഷനിലേക്ക് വരുമ്പോൾ അവന് ഒന്നും ചെയ്യാൻ കഴിയാതായി പോകാതെ വരും. വീടിനെ നോക്കാൻ കഴിയാതെയാവാം. അത് നമുക്ക് നോക്കാം. കിഴക്ക് ദിശത്ത് മൊത്തം നമ്മുടെ വസ്തു, ഒരു വീട്ടിലെ മൊത്തം വീട് വയ്ക്കുമ്പോൾ ആ വീടിൻ്റെ പടിഞ്ഞാറ് വശത്തേക്കാൾ കൂടുതൽ കിഴക്ക് വശം ഉണ്ടാകണം. ഒരു വീട്ടിലെ ഏറ്റവും കൂടുതൽ സ്ഥലം ഉണ്ടാകേണ്ടത് കിഴക്കും വടക്കുമാണ്. വടക്കിനേക്കാൾ കുറച്ചും കൂടി കിഴക്ക് കിടക്കുന്നതാണ് ഏറ്റവും ഉത്തമം. അഥവാ വടക്കും കിഴക്കും ഒരേപോലെ വന്നാലും കുഴപ്പമില്ല. പക്ഷേ
പടിഞ്ഞാറിനെ അപേക്ഷിച്ച് കിഴക്ക് അധിക സ്ഥലമുണ്ടാകണം വീട്ടിൽ. ഇതിപ്പോൾ പറയുമ്പോൾ അഭിപ്രായ തൊഴിലാളികൾ വരും, അവർ പറയും 1 സെൻറ്റിൽ എങ്ങനെയാണ് സ്ഥലം കണ്ടെത്തുന്നത്, 3 സെൻറ്റിൽ എങ്ങനെയാണ് സ്ഥലം കണ്ടെത്തുന്നത്? ഉണ്ടല്ലോ, 1 സെൻറ്റിലായാലും 3 സെൻറ്റിലായാലും അല്പം സ്ഥലം അധികം വേണ്ടത് കിഴക്കിലാണെന്നർത്ഥം. കിഴക്കിൽ സ്ഥലം കുറഞ്ഞു പോയാൽ അത് പുരുഷന്മാരെ വളരെ മോശമായി ബാധിക്കും. ആ വീട് കൊണ്ടുപോകാൻ, കിഴക്ക് സ്ഥലമില്ലെങ്കിൽ ആ വീട് കൊണ്ടുപോകാൻ പുരുഷന്മാർ ഒരുപാട് പ്രയാസപ്പെടും. ഒരുപാട് അധ്വാനിക്കേണ്ടതായി വരും. എത്ര അധ്വാനിച്ചാലും അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. അവരുടെ ജോലി, കിഴക്ക് സ്ഥലം കുറവായ വീട്ടിലെ പുരുഷന്മാരുടെ ജോലിയെ ബാധിക്കും, അവരുടെ വരുമാനത്തെ ബാധിക്കും, അവരുടെ ചിന്തകളെ ബാധിക്കും, അവിടുത്തെ ആൺമക്കളെ ബാധിക്കും സ്ഥലം കുറവാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ കിഴക്ക് സ്ഥലം കുറവുള്ളതാണ് ഒന്നാമത്തെ പ്രശ്നം പുരുഷന്മാരെ ബാധിക്കുന്നത്. കിഴക്ക് തന്നെയാണ് പുരുഷന്മാർക്ക് കിഴക്ക് ദിശ കൂടുതൽ വെക്കുന്നത് ആ വരുമാനം കൂടി ഉത്തരവാദിത്തത്തിന് വേണ്ടിയാണ്. അപ്പോൾ വരുമാനത്തിൻ്റെ ഉത്തരവാദിത്വം വരണമെങ്കിൽ തന്നെ കിഴക്ക് ദിശ പടിഞ്ഞാറിനെ അപേക്ഷിച്ച് കൂടുതൽ തന്നെ വേണം. അതില്ലാത്ത ലക്ഷക്കണക്കിന് വീടുകളുണ്ട് ഈ കേരളത്തിൽ. അപ്പോൾ കിഴക്ക് ദിശ കുറവുള്ള വീടുകളിൽ നിങ്ങൾ സ്ത്രീകളോ അല്ലെ പുരുഷന്മാരോ ഒന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങളുടെ വീട് എടുക്കൂ. നിങ്ങൾ ഈ എന്നെ കേൾക്കുന്ന നിങ്ങളുടെ വീട്ടിലെ സ്ഥിതി എന്താണ്? കിഴക്ക് കൂടുതലുണ്ടോ കുറവുണ്ടോ? പുരുഷന്മാരുടെ സ്ഥിതി എന്താണെന്ന് ആലോചിച്ച് നോക്കൂ. അങ്ങനെ ഈ വീഡിയോയെ നിങ്ങൾ വിശ്വസിക്കാൻ പഠിക്കൂ. കിഴക്ക് നിർബന്ധമായിട്ടും കുറവുണ്ടായിരിക്കണം, കൂടുതൽ. ഒപ്പം തന്നെ വടക്ക് കിഴക്കോ തെക്ക് കിഴക്കോ ഭാഗം മുറിയാൻ പാടില്ല. വടക്ക് കിഴക്ക് ഭാഗം മുറിഞ്ഞു പോയാൽ പുരുഷന്റെ വരുമാനം മുറിയും. പിന്നെ വീട് എങ്ങനെ മുന്നോട്ട് പോകും? വടക്ക് കിഴക്കോ തെക്ക് കിഴക്കോ മുറിഞ്ഞു പോകരുത്, കിഴക്കും മുറിയരുത്. അപ്പോൾ വടക്ക് കിഴക്ക്, കിഴക്ക് തെക്ക് കിഴക്ക് ഭാഗങ്ങളിൽ യാതൊരു കാരണവശാലും മുറിഞ്ഞു പോകരുത്. എൽ ഷേപ്പ് വരാൻ പാടില്ല എന്നർത്ഥം. അങ്ങനെ വന്നാലും പുരുഷന്മാരുടെ ശക്തി ഇല്ലാതെയാവും, അവർ ഇൻകെപ്പബിളായി പോകും, കഴിവില്ലാത്തവരായി പോവും. അഥവാ അവർക്കുള്ള കഴിവുകൾ പൊടുന്നനെ നിലച്ചു പോകാം അങ്ങനെയുള്ള നിർമ്മാണങ്ങൾ വരുമ്പോൾ. നമ്മൾ ചില ആൾക്കാർക്ക് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, അതായത് ആ കുടുംബത്തിൽ താമസിക്കുന്ന കാലമൊക്കെ എന്തോ ഒരു വാശിയൊക്കെ ആയിരുന്നു അവന്. ഈ വീട്ടിൽ നിന്ന് മാറി പുതിയ വീട്ടിൽ നല്ലൊരു ആളായി തീർന്നു എന്ന് വെച്ചാൽ പുതിയ വീട്ടിൽ നല്ല ഒരു വാസ്തുവിലേക്ക് വന്നു. തിരിച്ചും പറയാറുണ്ട്. അപ്പോൾ ആ പുതിയ വീട്ടിൽ വന്നപ്പോഴത്തേനും അവൻ്റെ സർവ്വ സ്വഭാവ വിശേഷങ്ങളും മാറിപ്പോയി. കിഴക്ക് കുറവാണെങ്കിൽ ആ വീടിനെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പവർ പുരുഷൻ നഷ്ടപ്പെടും. അഥവാ പവർ ഉണ്ടാക്കിയെടുക്കാൻ ഒരുപാട് അധ്വാനിക്കേണ്ടി വരും. ഒരുപാട് വിഷമഘട്ടങ്ങളിലൂടെ പുരുഷന്മാർ പോകേണ്ടി വരും, അവിടുത്തെ ആൺമക്കൾ പോകേണ്ടി വരും. വടക്ക് കിഴക്ക് മുറിഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ പുരുഷൻ പെട്ടെന്ന് രോഗികളാകും, ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ വരും, സ്ട്രോക്ക് പോലുള്ള ഇഷ്യൂസ് വരും. തെക്ക് കിഴക്കും വടക്ക് കിഴക്ക് ഭാഗവും മുറിഞ്ഞുള്ള നിർമ്മാണമാണ് വീട്ടിൽ വന്നിട്ടുള്ളതെങ്കിൽ പുരുഷന് ആരോഗ്യത്തിൽ പുരുഷൻ തകർന്നു പോകും. ആരോഗ്യം തകർന്നപ്പോൾ എങ്ങനെയാണ് പുരുഷൻ വീടിനെ കൊണ്ടുപോകാൻ കഴിയുക? വടക്ക് കിഴക്കും തെക്ക് കിഴക്കും മുറിഞ്ഞുള്ള നിർമ്മാണങ്ങൾ പാടില്ല, കിഴക്കും പാടില്ല. ഇപ്പോഴത്തെ ഓരോ വീടിൻ്റെ എലിവേഷൻ എന്നെ കാണിക്കാൻ പലരും വീട്ടിൽ കൊണ്ടുവരാറുണ്ട്. അഥവാ ഞാൻ വീട്ടിൽ പോകുമ്പോൾ എടുക്കാറുണ്ട്. അപ്പോൾ പലപ്പോഴും ഈ ആളുകളെ പറ്റിക്കുന്ന വെച്ചാൽ പലപ്പോഴും ആളുകൾക്ക് ഇത് വരുന്നത് ഈ എല്ലാവരും ഇല്ല കേട്ടോ, കുറച്ച് എഞ്ചിനീയർമാരുടെ ഭാഗത്ത് ഇതെടുക്കാൻ ചെല്ലുമ്പോൾ ആരാണ് വാസ്തുകാരൻ? എനിക്ക് വാസ്തുകാരനെ വിളിക്കാനൊന്നും പറ്റില്ല. അങ്ങനെ ഒരുപാട് കുടുംബങ്ങളിൽ ആളുകളുണ്ട്. എനിക്ക് വാസ്തുകാരനെ വിളിക്കാനൊന്നും പറ്റത്തൊന്നുമില്ല. ഇതാരാണ്? നമ്മൾ ചിലപ്പോൾ ഒരു വാസ്തുവിൻ്റെ മോഡലാണ് കൊടുക്കുക. നമ്മൾ മോഡൽ കൊടുക്കുമ്പോൾ പുതിയ ഒരു എഞ്ചിനീയറെ കാണിക്കുമ്പോൾ അത് അളവിനൊപ്പിച്ച് വരച്ചു കൊടുത്താൽ മതിയാവും. അതൊന്നും ചെയ്യാതെ ഒരുപാട് ധാർഷ്ട്യം കാണിക്കുന്ന ചില സ്ഥലങ്ങളിലൊക്കെ ഉണ്ട്. അതിന് പഴി മൊത്തം വാസ്തുകാരുടെ തല വെച്ച് കൊടുക്കും. എന്നാൽ വാസ്തുകാരൻ പറഞ്ഞതുപോലെ ആയിരിക്കില്ല വരയ്ക്കുക. ഇപ്പോഴത്തെ ആധുനിക നിർമ്മാണമൊക്കെ കാണണം, ഒരുപാട് ഫെൻസിങ്ങൾ കൊടുത്തിട്ട് വീട് ചതുരാകൃതിയിൽ കൊണ്ടുവരും. പക്ഷേ കുറേ തള്ളു കാണും കിഴക്കോട്ടും വടക്ക് കിഴക്കോട്ടും തെക്കോട്ടും. അപ്പോൾ എന്ത് ചെയ്യും? അവിടെ മുറിഞ്ഞു പോകും.
അഥവാ ഫെൻസിങ്ങുകളെ കൊണ്ടുവന്ന് ഫാഷൻ കൊടുക്കും വീടിന്. ഒരുപാട് വീടുകളിലായി തൃശ്ശൂർ ഭാഗത്തൊക്കെ നോക്കിയാൽ അറിയാം, ഒട്ടനവധി വീടുകൾ അങ്ങനെ ഒരുപാട് ഫാഷൻ കൊണ്ടുവന്നിട്ട് മുറിച്ചിട്ടുണ്ട്. തൃശ്ശൂർ, തിരുവനന്തപുരം, കോഴിക്കോട് ഭാഗങ്ങളിൽ. അപ്പോൾ തൃശ്ശൂർ, തിരുവനന്തപുരം, കോഴിക്കോട് ഭാഗങ്ങളിൽ ഉള്ള ആളുകൾ നിങ്ങൾക്ക് അവിടെ കൂടുതലുണ്ടെന്നാണ് പറയാം. മറ്റു ജില്ലകളിൽ ഇല്ല എന്നല്ല അർത്ഥം, മറ്റു ജില്ലകളിലുണ്ട്. അപ്പോൾ ഇങ്ങനെ മുറിഞ്ഞു വരുമ്പോൾ അവിടെ അത് പുരുഷന്മാരെ വളരെ മോശമായി ബാധിക്കും. അതുപോലെ തന്നെ തെക്ക് പടിഞ്ഞാറും വടക്ക് പടിഞ്ഞാറും നിർമ്മാണ വൈകല്യങ്ങളുണ്ടായാലും പുരുഷനെ അത് ദോഷമായി ഭവിക്കും. തെക്ക് പടിഞ്ഞാറും വടക്ക് പടിഞ്ഞാറും ആദ്യമേ പറഞ്ഞു പടിഞ്ഞാറ് കിഴക്ക് ദിശകളാണ് പുരുഷനെ ഭരിക്കുന്നത്. കൂടുതൽ കിഴക്ക് ദിശ ഭരിക്കും, സെക്കൻഡറി ആയിട്ട് പടിഞ്ഞാറ് ദിശ ഭരിക്കും. പടിഞ്ഞാറ് ദിശയിലെ നിർമ്മാണ വൈകല്യങ്ങൾ തെക്ക് പടിഞ്ഞാറും വടക്ക് പടിഞ്ഞാറും മുറിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അതും പുരുഷനെ ബാധിക്കും. തലമുറയെ തന്നെ ബാധിക്കും, ആൺമക്കളെ തന്നെ ബാധിക്കും. വളരെ മോശമായ വീടുകളിൽ അകാരണമായ വഴക്കുണ്ടാകുക, വീടുകളിൽ ഒരുപാട് ചെലവ് വന്ന് ഭവിക്കുക, ആൺമക്കൾ അച്ഛനെയും അമ്മയെ അനുസരിക്കാതെ പോവുക. പടിഞ്ഞാറിലുണ്ടാകുന്ന നിർമ്മാണ വൈകല്യങ്ങൾ പുരുഷൻ്റെ പ്രശസ്തി തകർക്കുമെന്നാണ് പറയുക എന്നാണ് വിശ്വാസമല്ല തെളിവുകളുള്ളത്. നിങ്ങൾ പരിശോധിച്ച് നോക്കൂ. പുരുഷൻ്റെ പ്രശസ്തി തകർക്കുന്നത് എന്തൊക്കെയാണെന്ന് ആലോചിച്ച് നോക്ക്. അവന് ജോലിയില്ലാതായി പോവുക, അവൻ കുബുദ്ധിയായി മാറുക, അവൻ ക്രിമിനലായി തീരുക. പടിഞ്ഞാറിലെ വൈകല്യങ്ങൾ കാരണം മാനസിക രോഗം വന്ന ഏറെ പുരുഷന്മാരുണ്ടായിട്ടുണ്ട്. അപ്പോൾ കിഴക്ക് ദിശയിലെയും പടിഞ്ഞാറ് ദിശയിലെയും നിർമ്മാണ വൈകല്യങ്ങൾ യാതൊരു കാരണവശാലും ഉണ്ടാകാൻ പാടില്ല. അതുണ്ടാകുന്ന വീടുകളിലാണ് ഇതുപോലെ പുരുഷന്മാർ അശക്തരായിത്തീരുന്നത്, ആൺകുട്ടികൾ അശക്തരായിത്തീരുന്നത്. ഒപ്പം ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊപ്പം നമ്മുടെ വസ്തു, ഞാൻ പറഞ്ഞു കിഴക്ക് ധാരാളം വേണമെന്ന് പറഞ്ഞു. നിങ്ങളെപ്പോഴും ചിന്തിക്കുക, നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ബാങ്കിലോ ട്രഷറിയിലോ നിങ്ങൾ നിക്ഷേപിക്കുന്നത് പോലെ നിങ്ങളുടെ വീടിന് വടക്കും കിഴക്കും എത്രത്തോളം സ്ഥലം കിട്ടാമോ അത്രത്തോളം വെച്ച് നോക്ക്. നിങ്ങൾ പണം നിക്ഷേപിക്കുന്നതിലാണ്. സ്ത്രീക്കും പുരുഷനുമുള്ള ഏറ്റവും വലിയ നിക്ഷേപമാണ് കിഴക്ക് വടക്ക് ദിശകളിൽ അധിക സ്ഥലം കിടക്കുന്നത്. ചില വീടുകളിലൊക്കെ പോയാൽ അറിയാം, കിഴക്ക് സ്ഥലമുണ്ട് പക്ഷേ വടക്കും സ്ഥലമുണ്ട്. മുറ്റം കെട്ടിത്തിരിക്കുക എന്ന പേരിൽ കെട്ടി അങ്ങ് വയ്ക്കും. പിന്നെ ഊർജ്ജം അങ്ങനെ ഒഴുകുക, ഊർജ്ജം ആ വീട്ടിലുള്ള മുഴുവൻ സ്ഥലത്തും കൂടി ഒഴുകി പരന്നാൽ മാത്രമേ അവിടെ പുരുഷൻ്റെ ശ്രേയസ്സും അവന് ശക്തിയും അവൻ്റെ കരുത്തും ഒക്കെ കിട്ടൂ. ശക്തിമാനായ ഒരു പുരുഷനെ തെക്ക് കിഴക്ക് ഒരു ഗേറ്റ് കൊണ്ട് വെച്ച് കൊടുത്താൽ മതി, തെക്ക് കിഴക്ക് ഒരു സ്വിച്ചോട് കൊണ്ട് ഇട്ടാൽ മതി. അശക്തനാക്കാം, വഴക്കാളിയാക്കാം, കേസുള്ളയാളാക്കാം. പുരുഷൻ സ്ത്രീയെപ്പോലെ തന്നെ ശക്തമായി നന്മയോടുകൂടി എല്ലാ വീടുകളിലും വസിക്കേണ്ടവരാണ്. അവരുടെ ശക്തിയെ കെടുത്തുന്നതാണ് ഈ നിർമ്മാണ വൈകല്യങ്ങൾ. പിന്നെയുണ്ട് വീടിൻ്റെ തെക്ക് പടിഞ്ഞാറ് മൂലയായിരിക്കണം വീട്ടിലെ ഏറ്റവും ഉയർന്ന ഭാഗം. അത് മതിലായാലും വീടായാലും വീടിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗം ഉയരാതിരുന്നാൽ, വീടിൻ്റെ വേറെ ഏതെങ്കിലും വശമാണ് ഉയർത്തിക്കുന്നതെങ്കിൽ വീട്ടിലെ പുരുഷന്മാർ ഉയരാതെ പോവും, ആൺമക്കൾ ഉയരാതെ പോവും. എത്രയോ ഭാഗ്യമുള്ള ആളുകൾ വീട്ടിൽ വരാൻ കഴിയാതെ ദൂരദേശങ്ങളിൽ ജോലി ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. അത് തെക്ക് വശം സ്ഥലം കൂടിയാലും കിഴക്കിലും പടിഞ്ഞാറിലും സ്ഥലം കുറഞ്ഞാലും അങ്ങനെ പറ്റാറുണ്ട്. വീട്ടിലെത്താൻ പോലും കഴിയാതെ പുറം നാടുകളിൽ ജീവിക്കേണ്ട പുരുഷന്മാർ ഒരുപാട് പേരുണ്ട്. അത് ഏതെങ്കിലും നല്ല ജോലിക്ക് പോകുന്നതല്ല. ഇന്നിപ്പം രാജ്യങ്ങൾ തമ്മിൽ അകലമില്ലല്ലോ. 10 മണിക്കൂറൊക്കെ ആകുമ്പോൾ നമുക്ക് ജർമ്മനിയിൽ നിന്നോ ആസ്ട്രേലിയയിൽ നിന്നൊക്കെ നമുക്ക് വീട്ടിലെത്താം. അങ്ങനെ ജോലിക്ക് പോകുന്നതല്ല പ്രശ്നം, മറിച്ച് അവർക്ക് തിരിച്ച് നാട്ടിലെത്താൻ കഴിയണ്ടേ. പുറത്തു പോയ ഒരുപാട് പേരുകൾ പുറത്ത് തന്നെ കേസിൽപ്പെട്ട് പല രാജ്യങ്ങളിലും ഉണ്ട്, അതെനിക്കറിയാം. എപ്പോഴും വീട് വയ്ക്കുന്നവർ വളരെ ശ്രദ്ധാപൂർവം ചെയ്യുക, ശ്രദ്ധയോടെ ചെയ്യുക. കിഴക്കിൽ കൂടുതൽ സ്ഥലമിടുക, പടിഞ്ഞാറിൽ നിർമ്മാണ വൈകല്യങ്ങൾ വരാതെ നോക്കുക. എത്രയായാലും ഇപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാം, നിർമ്മാണം കഴിഞ്ഞ വീടുകളിൽ അതിനെന്ത് പരിഹാരമുണ്ട്? അതിന് പരിഹാരമുണ്ട്.
ആ വീടൊന്ന് വിസിറ്റ് ചെയ്താൽ മതി. പരിഹരിക്കാൻ തന്നല്ലോ നമുക്കുള്ളൂ. പടിഞ്ഞാറ് നിർമ്മാണ വൈകല്യം പരിഹരിക്കുക, കിഴക്ക് നിർമ്മാണ വൈകല്യം പരിഹരിക്കുക. പടിഞ്ഞാറാണ് സ്ഥലം കൂടുതലെങ്കിൽ നമ്മൾ അതിനെ വാസ്തു മണ്ഡലത്തിലേക്ക് ആക്കി കൊണ്ടുവന്നാൽ മതിയാവും. കിഴക്കിൽ അധികം സ്ഥലം വരുന്ന പോലെ കൊണ്ടുവന്നാൽ മതിയാവും. എല്ലാ ആർക്കും ആരെയും വിമർശിക്കാൻ അധികാരമുണ്ട്. പക്ഷേ ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ കുറേ കിടന്ന് കഷ്ടപ്പെടുക മാത്രമല്ല വേണ്ടത്, ഈ വിജ്ഞാനങ്ങളൊക്കെയും ജീവിതത്തിലേക്ക് പകർത്തുക. ഇതൊക്കെ പകർത്തി വരുമ്പോൾ അറിയാതെ വീട്ടിലെ പുരുഷന്മാർ ശക്തിയുള്ളവരും നന്മയുള്ളവരും ഒക്കെയാകാം. എനിക്കറിയാവുന്ന ഒരുപാട് വീടുകളുണ്ട്. ആ വീടുകളിലൊക്കെ സ്ത്രീകൾ ആ വീട് കൊണ്ടുപോകാൻ കിടന്ന് പെടാപ്പാട്. കാര്യം പുരുഷന്മാരുണ്ട്, ചില ജോലിക്ക് പോകത്തില്ല, ചില ജോലിക്ക് പോയാലോ ഒന്നും കൊടുക്കത്തില്ല വീട്ടിൽ. വലിയ ഉന്നതമായ ജോലിയുള്ള ഒരുപാട് പുരുഷന്മാരെ എനിക്കറിയാം. ജോലിക്ക് പോവും, പലപ്പോഴും വീട്ടിൽ വന്നാലായി, കിട്ടുന്ന പൈസ മൊത്തം മറ്റാവശ്യങ്ങളൊക്കെ ഉപയോഗിച്ച് യാത്ര. ഞാൻ ഈ അടുത്ത കാലത്ത് തിരുവനന്തപുരത്തൊരിടത്തൊരു വാസ്തു നോക്കാൻ പോയി. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവരൊരു ജോലിയുള്ള സ്ത്രീയാണ്. പക്ഷേ അവർ പറയുന്ന കേട്ടിട്ട് അവരുടെ അത് വല്ലാത്തൊരു വിഷമസന്ധി എനിക്ക് തോന്നി. അതായത് അവരുടെ ഹസ്ബൻഡ് നല്ലൊരു ജോലിയുള്ള ആളാണ്, പക്ഷേ അദ്ദേഹം ആ വീട് വിട്ട് പോയിട്ട് 1.5 മാസമായി. ഒരു സുഹൃത്തിനോട് ടൂർ പോയേക്കുക, എവിടെയാണെന്ന് പോലും അറിയത്തില്ല, ഫോൺ വിളിച്ചാൽ എടുക്കത്തില്ല. അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ അവരുടെ ഈ പുരുഷന്മാരുടെ കുഴപ്പമാണ് പറയുന്നത്. അവരുടെ വീട് ഞാൻ നോക്കി കിഴക്കെന്ന് പറഞ്ഞ സാധനമില്ല. പിന്നെ കിഴക്കില്ലെങ്കിൽ പുരുഷന്മാരുണ്ടാവില്ലല്ലോ. അപ്പോൾ അത് എല്ലാ ആളുകളും വളരെ ഗൗരവപൂർവ്വം കാണണം. ജീവിതം നമ്മൾ കുറച്ച് ബുദ്ധിയോടെ ഒക്കെ ചേർത്ത് വേണം ജീവിക്കാൻ. ആ ബുദ്ധിയാണ് ഈ വാസ്തുശാസ്ത്രം, ആ സത്യമാണ് ഈ വാസ്തുശാസ്ത്രം. അതുകൊണ്ട് പുരുഷന്മാരുടെ ശക്തിക്കും പുരുഷന്മാരുടെ നല്ല രീതിയിലുള്ള നല്ല ഐക്യത്തോടുള്ള കുടുംബജീവിതത്തിനും പുരുഷന്മാർ വീട്ടിലുണ്ടാകണം. എല്ലാ പുരുഷന്മാർക്കും ശക്തിയും സന്തോഷവും സമ്പത്തും ഒക്കെ ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഈ വീഡിയോ നിർത്തുന്നു. അടുത്തൊരു വീട്ടിൽ വരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.